ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ ആദ്യത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ എവിടുന്ന് ഹോൾസെയിലിനെ കണ്ടെത്തും, അല്ലെങ്കിൽ ഇത് എവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ എങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വില കുറഞ്ഞ റേറ്റിൽ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ വാങ്ങും, ഏത് സൈസിൽ വാങ്ങും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ മെയിനായിട്ട് ജ്വല്ലറിയാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ജ്വല്ലറി സൈസിലുള്ള കൊറിഗേറ്റഡ് ബോക്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് നോക്കുന്നത് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സൈറ്റിലാണല്ലോ. അതുപോലെ തന്നെ ഞാനും ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതിലെനിക്ക് വൻ അബദ്ധമാണ് പറ്റിയത്. വേറൊന്നുമല്ല, സൈസ് 7x7 ആണ് എടുത്തത്. പക്ഷേ അത് നമ്മളെ ജ്വല്ലറിക്ക് മാച്ചായ സൈസല്ല. പിന്നീട് ഞാൻ ഒരുപാടൊക്കെ സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി സംഭവം എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ പിന്നെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അതാ ഈ ഒരു കറക്റ്റ് സൈസിലുള്ള കൊറിഗേറ്റഡ് ബോക്സ് നമ്മളെ ജ്വല്ലറിക്ക് പറ്റിയ സൈസാണ് കേട്ടോ ഈ ഒരു കൊറിഗേറ്റഡ് ബോക്സ്. പക്ഷേ അതിൽ ചെറിയൊരു പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം മുകൾ ഭാഗത്തുള്ള 2-3 നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കുറച്ച് ദിവസം വെയിലത്തൊക്കെ വെച്ച് അങ്ങ് ഉണക്കിയൊക്കെ എടുത്ത് പിന്നെ ഇതാണ് നമ്മളെ മെയിനായിട്ട് സംഭവം, കൊറിഗേറ്റഡ് ബോക്സാണ്. അത് കഴിഞ്ഞ് നമുക്ക് താങ്ക് യു സ്റ്റിക്കറുണ്ട്, ലോഗോ ഉണ്ട്, അതുപോലെ നമ്മളെ സ്റ്റാമ്പുണ്ട്. ഇതൊക്കെ ഞാൻ അഫോർഡബിൾ റേറ്റിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത്